എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഗോൾ ബ്ലാഡർ സ്റ്റോൺ അല്ലെങ്കിൽ കോളിലിത്തിയാസിസ്, പിത്തസഞ്ചിയിൽ കല്ല് എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയാണ്. പലർക്കും അറിയാം, ഒരുപാട് പേര് ഈ കല്ലുമായിട്ട് നടക്കുന്നുണ്ട്. മറ്റു പല ചെക്കപ്പുകളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഒരുപക്ഷെ പിത്തസഞ്ചിയിൽ കല്ലുണ്ടെന്ന് കാണുന്നത്. കാരണം ചിലർക്ക് ബുദ്ധിമുട്ടുകളൊന്നും കാണത്തില്ല. ചെക്കപ്പുകൾ ചെയ്തപ്പോൾ കല്ലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടേഴ്സിനെ കാണിച്ചു, ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ, കല്ലവിടെ ഇരുന്നോട്ടെ, പ്രശ്നമില്ല, സാരമില്ല എന്ന് പറയുന്ന അങ്ങനെ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ചിലർക്ക് അതുമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന, അതിൻ്റെതായ പ്രയാസം അനുഭവിക്കുന്ന പലരും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന് സർജറിയാണ് നോർമലി ഉള്ളത്. സാധാരണ കിഡ്നിയിലെ സ്റ്റോൺ റിമൂവ് ചെയ്യുന്ന ലേസർ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ റിമൂവൽ സർജറി പോലുള്ള ഒരു സർജറി അല്ല പിത്തസഞ്ചിയിലെ കല്ല് റിമൂവ് ചെയ്യുന്നതിനുള്ളത്. അത് കല്ലായിട്ട് മാത്രം എടുക്കില്ല. കാരണം ആ ഗ്രന്ഥിയെ, ഗോൾ ബ്ലാഡർ മുഴുവനായിട്ട്, പിത്തസഞ്ചി മുഴുവനായിട്ട് റിമൂവ് ചെയ്യുന്ന സർജറിയാണ് നോർമലി ചെയ്യാറുള്ളത്. അത് സാധാരണ പെട്ടെന്ന് ആരും പോയി ചെയ്യുന്ന ഒരു സർജറി അല്ല. എന്നാൽ വാസ്തവത്തിൽ ഈ കല്ല് അവിടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. സത്യത്തിൽ അങ്ങനെ കല്ലിനെ അവിടെ വെക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള ഒരു പ്രവണതയല്ല. അത് മാത്രമല്ല, ആ കല്ലിനെ അവിടെ നിർത്തുന്നത്, കല്ല് എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്താണ് പിത്തസഞ്ചിയിലെ കല്ല്, അല്ലെങ്കിൽ ഈ കല്ല് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അതിനറിയണമെങ്കിൽ ആദ്യം പിത്തസഞ്ചി എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. ലിവറിന്റെ ഇടയിൽ ഇരിക്കുന്ന ഒരു ചെറിയ ഗ്രന്ഥിയാണ് ഈ പിത്തസഞ്ചി എന്ന് പറയുന്നത്, ഗോൾ ബ്ലാഡർ സ്റ്റോൺ എന്ന് പറയുന്നത്, ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ ദഹനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ബൈൽ ജ്യൂസ് അല്ലെങ്കിൽ പിത്തരസം സ്റ്റോർ ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ പിത്തരസത്തിൽ നമ്മുടെ ലിവർ പുറന്തള്ളുന്ന കൊളസ്ട്രോള് ഇതിനകത്ത് ഉണ്ട്. എന്നാൽ നോർമലി നമ്മുടെ ഈ പിത്തരസം എന്ത് ചെയ്യും? ഇതിനെ ദഹിപ്പിച്ച് വിഘടിപ്പിച്ച് കളയും. എന്നാൽ ചില സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഒരു പരിധിയിലധികം, അളവിൽ, ലിമിറ്റിൽ അധികമായിട്ട് കൊളസ്ട്രോൾ കണ്ടന്റ് ഈ ബൈൽ ജ്യൂസിലേക്ക് അല്ലെങ്കിൽ പിത്തരസത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനെ ദഹിപ്പിച്ച് അല്ലെങ്കിൽ ഇതിനെ വിഘടിപ്പിക്കാൻ സാധിക്കാതെ വരും. അങ്ങനെ വരുന്നത് ഹാർഡ് രൂപത്തിൽ അല്ലെങ്കിൽ ക്രിസ്റ്റൽ രൂപത്തിൽ രൂപപ്പെടുന്നതാണ് ഈ സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രൂപപ്പെടുന്ന ഈ സ്റ്റോണ് പിത്തസഞ്ചിയിൽ സ്റ്റോൺ രൂപത്തിൽ കിടക്കും. ഇത് ബൈൽ ഡക്റ്റിലൂടെ അല്ലെങ്കിൽ ആ ചാനലിലൂടെ നമ്മുടെ ഇൻഡസ്റ്റൈനിലോട്ട്, ദഹിപ്പിക്കുന്ന പ്രക്രിയ ആയിട്ടുള്ള ഇൻഡസ്റ്റൈനിലോട്ട് വരികയും ചെയ്യും. അപ്പൊ ചിലപ്പോൾ ഈ സ്റ്റോണ് ഉണ്ടാകുന്നു, അത് മലത്തിലൂടെ പൊക്കൊണ്ടിരിക്കുന്നു, ഈ രീതിയിൽ നാച്ചുറൽ പ്രതിഭാസം പോലെ പോകുന്നുണ്ട്. ചിലർക്കാണ് അതവിടെ സ്റ്റക്ക് ആവുന്നത്. അപ്പൊ ഈ സ്റ്റക്ക് ആവുന്നത് കൊണ്ട് എന്തൊക്കെ പ്രയാസങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഗോൾ ബ്ലാഡർ സ്റ്റോണ് പ്രയാസം ഉണ്ടാക്കുന്നവരിൽ ചിലർക്ക് അപ്പർ അബ്ഡോമൻ, റൈറ്റ് സൈഡിലെ അബ്ഡോമൻ, വയറിന്റെ മുകൾ ഭാഗത്തായിട്ട് വേദന ഉണ്ടാവും. അതുപോലെ തന്നെ നോസിയ, വോമിറ്റിംഗ് സെൻസേഷൻ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റോൺ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അസിഡിറ്റി, ഗ്യാസിന്റെ ഡിസ്റ്റർബൻസ്, റിഫ്ലക്സ് ഡിസീസ്, ഇങ്ങനെ പല പ്രശ്നങ്ങൾക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴാണ് സാധാരണ ഡോക്ടേഴ്സ് പറയുന്നത് നമുക്ക് സർജിക്കൽ റിമൂവൽ നടത്താം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അതിന് ചെയ്യുന്ന സർജറി എന്ന് പറയുന്നത് കോളിസിസ്റ്റക്ടമി എന്ന് പറയുന്ന സർജറിയാണ്. അതായത് സ്റ്റോൺ അല്ല റിമൂവ് ചെയ്യുന്നത്, ഈ ഗ്രന്ഥി പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുന്ന സർജറിയാണ് ചെയ്യുന്നത്. സ്റ്റോൺ മാത്രമായിട്ട് റിമൂവ് ചെയ്യില്ല. അത് കാരണം മറ്റൊന്നുമല്ല, അത് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് നമ്മൾ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും സ്റ്റോൺ രൂപപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഗ്രന്ഥി പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഗ്രന്ഥി പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുന്ന ഒരു സർജറി ചെയ്തു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പിന്നീട് നമുക്കുണ്ടാവും. അപ്പം സർജറി ചെയ്ത് ധാരാളം പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അവരുടെ എല്ലാം ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ബൈൽ ജ്യൂസ്, ഈ ഗ്രന്ഥി എന്ന് പറയുന്നത് നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള സാധനം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോറേജ് ഗ്ലാൻഡ് നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റോറേജ് ഗ്രന്ഥി എടുത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ ജ്യൂസ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യും? നമ്മുടെ ഇൻഡസ്റ്റൈനിലോട്ട് വരും. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എക്സസ് ക്വാണ്ടിറ്റി ബൈൽ ജ്യൂസ് നമ്മുടെ ഇൻഡസ്റ്റൈനിലോട്ട് വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും
നമ്മുടെ മലത്തിന് അല്ലെങ്കിൽ സ്റ്റൂളിന് സ്മെല്ല് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗ്യാസിന്റെ ഫോർമേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലൂസ് സ്റ്റൂള്, ഇങ്ങനെ ഒത്തിരി അതുകൊണ്ടുണ്ടാവുന്ന ഡിസ്റ്റർബൻസ്, മലത്തിന് അധികം ബാഡ് സ്മെല്ല് ഉണ്ടാവുക, അതേപോലെ ഗ്യാസിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള പ്രവണത ഉണ്ടാവുക, ഇങ്ങനെ പല ഡിസ്റ്റർബൻസുകളും ധാരാളം ആളുകൾക്ക് ഉണ്ടാവാം. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതെ നമുക്ക് വാസ്തവത്തിൽ ഇതെന്താണ്, ഈ പിത്തസഞ്ചിയിലെ കല്ല് ഉണ്ടാവുക, രൂപപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് കൊളസ്ട്രോളിന്റെ ക്വാണ്ടിറ്റി കൂടുന്നത് കൊണ്ട് മാത്രം വരുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. പിത്തസഞ്ചിയിലെ കല്ല് രൂപപ്പെടുന്നതിന് മറ്റൊരു പ്രധാന റീസൺ ആണ് ബോഡി ഡീഹൈഡ്രേറ്റ് ആവുക, അല്ലെങ്കിൽ ജലാംശം നഷ്ടപ്പെടുന്നത് കൊണ്ടും നമ്മുടെ ബൈൽ ജ്യൂസ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ക്രിസ്റ്റൽ രൂപത്തിൽ ഫോം ചെയ്യാം, കല്ല് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ കിഡ്നിയിൽ എങ്ങനെ സ്റ്റോൺ രൂപപ്പെടുന്നു അതുപോലെ തന്നെ പിത്തസഞ്ചിയിലും കല്ല് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സഫീഷ്യന്റ് ആയിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കണം. വെള്ളം കുടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രോബ്ലം ഉള്ള ആരെങ്കിലും നിങ്ങൾ വെള്ളം കൂടി കുറവുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ബോഡി ഡീഹൈഡ്രേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള വെള്ളം നിങ്ങൾ കുടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലത്തെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാച്ചുറൽ ആയിട്ട് തന്നെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ കല്ല് ചിലർ പറയുമല്ലോ, ചില ഡോക്ടേഴ്സ് പറയും അത് അവിടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല എന്ന് പറയുമല്ലോ. അങ്ങനെ നമുക്ക് നിസ്സാരക്കാരനായിട്ട് തള്ളാൻ പറ്റുന്ന ഒരു സാധനമല്ല ഗോൾ ബ്ലാഡർ സ്റ്റോൺ എന്ന് പറയുന്നത്. അത് ഈ ഗ്രന്ഥിയിൽ സ്റ്റോൺ ഇരിക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം അത് അവിടെ ഇരുന്നോളും. എന്നാൽ ഇത് എങ്ങാനും ഈ ഡക്റ്റിലൂടെ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതെന്ത് ചെയ്യും, പാൻക്രിയാറ്റിക് ഡക്റ്റിന്റെ അവിടെ വന്ന് ഇത് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പാൻക്രിയാസിന്റെ ഔട്ട്ഫ്ലോ ബ്ലോക്ക് ആവും. അങ്ങനെ വരുമ്പോൾ പാൻക്രിയാറ്റൈറ്റിസ് അല്ലെങ്കിൽ പാൻക്രിയാസിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകും. അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ എപ്പോഴും സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് പിത്തസഞ്ചിയിലെ കല്ല് ഉണ്ടെങ്കിൽ അതിനെ ആദ്യം എന്ത് ചെയ്യുക, നാച്ചുറലായിട്ട് നമുക്ക് അതിനെ മാനേജ് ചെയ്യുക. അതിനുശേഷം ഇത് ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തുക. ഈ രീതിയിൽ വേണം നമ്മൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും ഈ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്ന ധാരാളം പേര് പറയുന്ന തന്നെ കേട്ടിട്ടുണ്ട്, പിത്തസഞ്ചിയിൽ കല്ലാതെ വീഴുന്നോട്ടെ ഡോക്ടർ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കേൾക്കുന്നുണ്ടെങ്കിൽ, പിത്തസഞ്ചിയിൽ കല്ല് ആയിട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുമായിട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്കതിനെ സർജറി ഇല്ലാതെ തന്നെ വളരെ തികച്ച് നാച്ചുറൽ ആയിട്ട് നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ആയുർവേദത്തിൽ അതിനുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ വിത്ത് മെഡിക്കേഷൻ ഉണ്ട്. മെഡിക്കേഷൻ കൊണ്ട് തന്നെ നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമായിട്ട് ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. താങ്ക് യു.